പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഓൺലൈൻ ക്ലാസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പേര് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഇതാണ് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഇതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ഡൗട്ടോ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ബന്ധപ്പെടാം. ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാലും മതി, അവിടെയും കിട്ടും. അപ്പം ഓൺലൈൻ ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ ക്ലാസ് പഠിക്കാവുന്നതാണ്. ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാംനാഥ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എപ്പിസോഡ് 10 ആണ്. അതെ, നമ്മൾ ലാസ്റ്റ് എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് എപ്പിസോഡ് 10 ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് എപ്പിസോഡ് തീരുകയാണ്. ഇനി നമ്മൾ വേറൊരു സെഗ്മെൻ്റാണ് പിന്നെ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പുതിയൊരു സെഗ്മെൻ്റാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തോടെയാണ് നമ്മുടെ ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് എപ്പിസോഡ് തീരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഏറ്റവും എളുപ്പമായ ഒരു താളമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ എന്താണ് പഠിച്ചത്? ദിക്ക്, നക്ക്, ത, ജി, കി, ട്. ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇന്നലെ നമ്മൾ ദിക്കിനൊക്കെ തരികിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള, വളരെ സിമ്പിളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒന്നും പറയാനില്ല, വേറെ വാക്കുകളില്ല. അപ്പോൾ നമ്മളിന്ന് നല്ല സിമ്പിളായിട്ടുള്ളൊരു താളമാണ് പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ നിങ്ങൾ പഠിച്ച താളം തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് പഠിക്കാൻ പോവുകയാണ്. അത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കുന്നേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ഞാൻ വെച്ച് താമസിപ്പിക്കുന്നില്ല, നോട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ നോട്ട് കേട്ടോളൂ. നോട്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം നോട്ടൊന്ന് ശ്രദ്ധിച്ചോളൂ. നോട്ട് നാ തെറ്റിക്കിട്ട് ദിക്കിനക്ക് തെറ്റിക്കിട്ട്. തീർന്ന്. ഇത്രയേ ഉള്ളൂ. നാ തെരിക്കിട്ട് ദിക്കിനക്ക് തെരിക്കിട്ട്. ഇതാണ് നമ്മുടെ നോട്ട്. സാധാരണ നമ്മളെ നായുണ്ട്, കണ്ടില്ലേ? നായുണ്ട്, തരികിടുണ്ട്, പിന്നെ ദിക്കിനക്ക് തരികിടുണ്ട്. ഇന്നലെ നമ്മൾ പഠിച്ച ദിക്കിനക്ക് തരികിട് എളുപ്പമല്ലേ? ദിക്കിനക്ക് തെറ്റിക്കിട്ട്, ദിക്കിനക്ക് തെറ്റിക്കിട്ട്. ഇതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇന്നലെ നമ്മൾ ദിക്കിനക്ക് തരികിടാണ് പഠിച്ചത്. ഇത് നാ തരികിട്. ഇത്രേ ഉള്ളൂ. നാ തരികിട്, ദിക്കിനക്ക് തരികിട്. ഞാൻ സാധാരണ എല്ലാവർക്കും അറിയാം. ഞാൻ നായുടെ ഫുൾ ഫോം അല്ലെങ്കിൽ നായുടെ മീനിങ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. വലത്തെ കൈയിലെ മോതിരവിരൽ തബലയുടെ ചോറിൻ്റെ അഗ്രഭാഗത്ത് വെച്ച് ചൂണ്ടുവിരൽ കൊണ്ട് തബലയുടെ മീട്ടിൽ അടിച്ചു വായിക്കുമ്പോൾ നാ എന്ന് കേൾക്കും. ഇതാണ് നായുടെ ഫുൾ ഫോം അല്ലെങ്കിൽ നായുടെ ഒരു മീനിങ്. മനസ്സിലായാലും ഇത് നിങ്ങളുടെ അടുത്ത് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ എല്ലാ വീഡിയോകളിലും ഈ നായുടെ ഒരു ഫുൾ ഫോം അല്ലെങ്കിൽ ഉത്ഭവം പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നാ വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. നാ തരിക്കിട്ട് ദിക്കിനക്ക് തരികിട്. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ നോട്ട് ആദ്യം പറഞ്ഞു തന്നു. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഒന്നും കൂടെ നോട്ട് വേണമെങ്കിൽ എഴുതി വയ്ക്കാൻ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോളൂ. നാ തരികിട് ദിക്കിനക്ക് തരികിട്. ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഒന്ന് ജസ്റ്റ് വായിച്ച് കാണിച്ചു തരാൻ പോവുകയാണ് നിങ്ങൾക്ക്. ഞാൻ ഇതെങ്ങനെ വായിക്കണം എന്നുള്ളത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. തീർന്നു. ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. നാ തെറ്റിക്കിട്ട് ദിക്കിനക്ക് തെറ്റിക്കിട്ട്. തീർന്ന്. സിമ്പിൾ, എളുപ്പം. ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടെ കണ്ടോളൂ. കണ്ടില്ലേ? വളരെ എളുപ്പമാണ്. നാ തെറ്റിക്കിട്ട് ദിക്കിനക്ക് തെറ്റിക്കിട്ട്. ഞാൻ ഇതിൽ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ കഴിഞ്ഞ നോട്ടുകൾ നിങ്ങളിപ്പോൾ ഇത്രയും 1 മുതൽ ഇത് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 9 നോട്ട് പഠിച്ചത് വരെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഏതൊക്കെ ചാപ്റ്ററാണ് എവിടെയാണ് വരുന്നത്, ഏതൊക്കെയാണ് പഠിച്ചത് എല്ലാം അറിയാം. ഇപ്പോൾ വായിച്ച നാ അറിയാം,
തരികിട അറിയാം, ദിഗിനക തരികിട അറിയാം. ഇപ്പം ഇതെല്ലാം നിങ്ങളിപ്പോൾ ഈ കണ്ടിന്യൂ ഇത്രയും ചാപ്റ്ററുകളായിട്ട് പഠിച്ച് വന്ന താളങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിഞ്ഞൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. അപ്പം നിങ്ങൾ ഇത്രയും കറക്റ്റായിട്ട് പഠിച്ച് വന്നതാണ്. ഞാൻ അറിയാം, തരികിട അറിയാം, ദിഗിനക തരികിട അറിയാം, തരികിട താങ്കട അറിയാം. അപ്പോൾ ഇതെല്ലാം പഠിച്ച് വന്നതാണ്. അപ്പം ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് ഞാൻ വായിക്കുന്നതെന്ന് കണ്ടോളൂ. നിങ്ങൾക്ക് കണ്ടാൽ മതി. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേ കണക്കാണ് ഞാൻ പഠിപ്പിച്ചു തന്നത് ഈ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ. അപ്പോൾ ഇതിനെ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. നിങ്ങൾക്കെല്ലാം ഇത് അറിയാം. ഓക്കെ ആണല്ലോ? എന്നാലും ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ. ഞാൻ നോട്ടുകൾ വായിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വിരൽ വയ്ക്കുന്ന സ്ഥലങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ? ഇത് നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് 4-ാം കാലത്തിൽ വേണമെങ്കിലും വായിക്കാം. ഞാൻ തിരികെട് തിരികെ തിരികെട്. നമുക്കിങ്ങനെ വേണമെങ്കിലും വായിക്കാം. ഞാൻ തിരികെട് തിരികെ തിരികെട്. കണ്ടില്ലേ? ഞാൻ ഇപ്പോൾ സ്പീഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. അതേപോലെ ചുമ്മാ വായിച്ചേ ഉള്ളൂ. തീർന്നു. അത്രയേ ഉള്ളൂ. പറഞ്ഞതിൻ്റെ പിറകെ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് വായിച്ചു. ഇത്രയേ ഉള്ളൂ. എളുപ്പം. നിങ്ങൾക്കും ഇതേ കണക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. കൂടെ വായന വന്നുണ്ടോ തബലയിൽ? അത്രയേ ഉള്ളൂ. ഇത്ര എളുപ്പമാണ്. ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. നാ തരികിട ദിക്കിനക്ക തരികിട. 4-ാം കാലം ഞാൻ ഒരു പ്രാവശ്യം വായിച്ച് കാണിച്ചു തരാം. നാ തരികിട ദിക്കിനക തിരികിട. കണ്ടില്ലേ? നാ തരികിട ദിക്കിനക തിരികിട. കണ്ടില്ലേ? കട്ട 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 കട്ട. ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കടകടകള എന്ന് പറഞ്ഞത്. അങ്ങനെ വേണം പോവാൻ നമ്മൾ. കണ്ടില്ലേ? തമിഴ പോയണ്ടില്ലേ? പടപട പടപടാന്ന് അങ്ങനെ വേണം കേൾക്കാൻ നോട്ട്. അപ്പോൾ നാ തരികിട ദിക്കിനക തിരികിട. ഇതാണ് നമ്മുടെ നോട്ട്. നാ തരികിട ദിക്കിനക തിരികിട. കണ്ടില്ലേ? തബല തന്നെ ദിക്കിനക തിരികിട. ഈ ദിക്കിനക തിരികിട നോട്ട് തന്നെ ഞാൻ ഇന്നലെ പഠിപ്പിച്ചപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു നല്ലൊരു നോട്ടാണ് ഈ ദിക്കിനക തിരികിട എന്ന്. പഠിക്കാനും എളുപ്പം. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. നാ തരികിട ദിക്കിനക തിരികിട. നാ തരികിട ദിക്കിനക തിരികിട. നാ തരികിട ദിക്കിനക തിരികിട. കണ്ടില്ലേ? ഇതാണ് നമ്മളെ നോട്ട്. നാ തരികിട ദിക്കിനക തിരികിട. ഇത്ര എളുപ്പമാണ്. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് വായിക്കുന്നതെന്ന്. നാ തെറ്റിക്കിട്ട് ദിക്കിനക്ക് തെറ്റിക്കിട്ട്. തീർന്ന്. ഇത്രയേ ഉള്ളൂ. നാ തെറ്റിക്കിട്ട് ദിക്കിനക്ക് തെറ്റിക്കിട്ട്. നാ തെറ്റിക്കിട്ട് ദിക്കിനക്ക് തെറ്റിക്കിട്ട്. കണ്ടില്ലേ? നാ തെറ്റിക്കിട്ട് ദിക്കിനക്ക് തെറ്റിക്കിട്ട്. നാ തെറ്റിക്കിട്ട് ദിക്കിനക്ക് തെറ്റിക്കിട്ട്. നാ തെറ്റിക്കിട്ട് ദിക്കിനക്ക് തെറ്റിക്കിട്ട്. നാ തെറ്റിക്കിട്ട് ദിക്കിനക്ക് തെറ്റിക്കിട്ട്. കണ്ടില്ലേ? വളരെ എളുപ്പമാണ് ഈ നോട്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു ലെവലിൽ വായിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് നല്ല പോലെ മനസ്സിലാവും. എന്താണ്? നാ തരികിട ദിക്കിനക തിരികിട. അത്രേ ഉള്ളൂ. നാ തെറ്റിക്കിട്ട് ദിക്കിനക്ക് തെറ്റിക്കിട്ട്. നാ തെറ്റിക്കിട്ട് ദിക്കിനക്ക് തെറ്റിക്കിട്ട്. നാ തെറ്റിക്കിട്ട് ദിക്കിനക്ക് തെറ്റിക്കിട്ട്. സ്പീഡ് വായിക്കാം. കണ്ടില്ലേ? നാ തരികിട ദിക്കിനക തിരികിട. നാ തെറ്റിക്കിട്ട് ദിക്കിനക തെറ്റിക്കിട്ട്. 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 നാ തെറ്റിക്കിട്ട് ദിക്കിനക തിരികിട. നാ തിരികിട ദിക്കിനക തിരികിട. നാ തിരികിട ദിക്കിനക തിരികിട. കണ്ടില്ലേ? ഇതാണ് നാ തിരികിട ദിക്കിനക തിരികിട. വളരെ എളുപ്പമാണ്. ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. നാ തിരികിട ദിക്കിനക തിരികിട. കണ്ടില്ലേ? ഞാൻ സ്പീഡിലാണ് വായിച്ചത്. ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. കണ്ടില്ലേ? നാ തിരികിട ദിക്കിനക തിരികിട. കുറച്ചും കൂടെ സ്പീഡ് വായിക്കാം. 5-ാം കാലത്തിലൊന്ന് ജസ്റ്റ് ഞാൻ വായിച്ച് കാണിച്ചു തരാം. നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം 5-ാം കാലം വായിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ മറ്റേ 4-ാം കാലോ 3-ാം കാലോ 2-ാം കാലോ 1-ാം കാലോ ആയിട്ട് വായിച്ച് വന്നാൽ മതി.
അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. കണ്ടില്ല ഞാൻ എന്ത് പെട്ടെന്നാണ് വായിച്ചത്, ഒരു സെക്കൻഡ് പോലും എടുത്തില്ല. ഞാൻ തരികിട വായിച്ച് തീരാൻ വേണ്ടിയിട്ട്. ഞാൻ തരികിട് ദിഗിനക തരികിട്, ഇത്രയും നോട്ടുണ്ട്, മനസ്സിലായില്ലേ? അത് പെട്ടെന്ന് ഞാൻ വായിച്ച കണ്ടോ. കണ്ടില്ല, ഞാൻ തരികിട ദിഗിനക തരികിട്, ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതേ കണക്ക് നിങ്ങൾ ഇതേ കണക്ക് പതിയെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല എളുപ്പമായിട്ട് കിട്ടും. നമ്മൾ ഈ നോട്ട് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ദിഗിനക തരികിടം, തരികിടം, താതരികിടം എല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ അതേ ഒരു കണ്ടിന്യൂഷനിൽ വെച്ച് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ തെറ്റിക്കെട്ട് ദിഗിനക്ക് തെറ്റിക്കെട്ട്, ഞാൻ തെറ്റിക്കെട്ട് ദിഗിനക്ക് തെറ്റിക്കെട്ട്. ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഞാൻ പതിയെ വായിക്കാം. ഒന്ന് വിരലുകൾ എത്രയും ശ്രദ്ധിച്ചോളൂ. വലത്തേ കൈ ശ്രദ്ധിച്ചോളൂ. ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു സെക്ഷൻ അങ്ങ് തീരെയാണ്. ഈ സെക്ഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു സെഗ്മെൻറ്റ്, നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ്, ഈ എപ്പിസോഡ് ഇതോടെ തീരെയാണ്. ഇനിയും നാളെ മുതൽ പുതിയൊരു സെഗ്മെൻറ്റാണ് തുടങ്ങാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ചാനലിൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഏത് ടൈമിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ രാവിലെ 9 മണിക്കായിരിക്കും, എന്നും രാവിലെ 9 മണിക്കായിരിക്കും നമ്മുടെ ഈ ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈം. തബലയുടെ ആയാലും ശരി, അതുപോലെ തന്നെ വ്ളോഗ് ആയാലും ശരി, എന്നും രാവിലെ 9 മണിക്കാണ് നമ്മുടെ ചാനലിൽ വീഡിയോ വരുന്നത്. അപ്പോൾ എല്ലാവരും രാവിലെ 9 മണിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കണം. അപ്പോൾ ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇനി തുറന്നു ഇതേക്കുറിച്ചുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി തുറന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഇമെയിലിൽ നോട്ടിഫിക്കേഷനായി എത്തും. അപ്പോൾ നന്ദി.